ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ അഫാന്റെ വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ വരികയാണ്. അതായത് 5 പേരെയാണ് കൊലപ്പെടുത്തിയത്. പക്ഷേ അതായിരുന്നില്ല ലക്ഷ്യം. 2 പേരെ കൂടി കൊല്ലാൻ പദ്ധതി ഉണ്ടായിരുന്നെന്നാണ് അഫാൻ ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ബന്ധുവായ യുവതിയെയും മകളെയുമാണ് കൊല്ലാൻ പദ്ധതിയിട്ടത്. 5 ലക്ഷം രൂപ ഇവരോട് ചോദിച്ചെങ്കിലും നൽകിയില്ല. അതിന്റെ പകയ്ക്കാണ് ഏതായാലും അവരെ കൊല്ലാൻ പദ്ധതിയിട്ടത്. പക്ഷെ പിന്നീട് എന്തുകൊണ്ടോ പിന്മാറുകയായിരുന്നു. ഏതായാലും അത് അവരുടെ ഭാഗ്യം. നമുക്കിപ്പോൾ നിർഭൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. നോക്കാം എന്തായിരുന്നു അഫാന്റെ മനസ്സിലിരിപ്പെന്ന്. നിർഭൻ, അഫാന്റെ വളരെ നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ 5 പേരെ മാത്രമായിരുന്നില്ല, മറ്റു 2 പേരെ കൂടി കൊല്ലാൻ പദ്ധതി ഇട്ടിരുന്നുവെന്നാണ് ഇപ്പോൾ അഫാൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അവർ ആരൊക്കെയാണ്, എന്ത് കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അഫാൻ പോയത്, പിന്നീട് എന്തുകൊണ്ട് ആ പദ്ധതി ഉപേക്ഷിച്ചു? മനു, ഈ കൊലയ്ക്ക് പിന്നിലെ കാരണം ഈ അഫാന്റെ മാനസികമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടാണോ, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളാണോ, അല്ലെങ്കിൽ വൈരാഗ്യമാണോ? ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ എല്ലാവരോടും ഏവരോടും വൈരാഗ്യം തോന്നുന്ന തരത്തിലുള്ള സമീപനമാണോ അഫാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ പോലീസിനും ഒപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുന്നുണ്ട്. അഫാന്റെ പുതിയ വെളിപ്പെടുത്തൽ പ്രധാനപ്പെട്ട കാര്യം, പോലീസിനോടും ഒപ്പം തന്നെ മാനസികാരോഗ്യ വിദഗ്ധരുമായി അഫാൻ സംസാരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോഴാണ് അഫാൻ ഇത് മാത്രമല്ല കൂടുതൽ പേരെ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു എന്ന് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഉറ്റ ബന്ധു കൂടിയായിട്ടുള്ള ഒരു അമ്മയെയും മകളെയുമാണ് അഫാൻ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നത്. ഇവരോട് സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം 5 ലക്ഷം രൂപ വായ്പയായി ചോദിച്ചിരുന്നു. ആ വായ്പ നൽകിയില്ല. അതാണ് അവർക്കെതിരെയുള്ള പ്രതികാരത്തിന് കാരണം. പക്ഷേ അനുജനെ കൊലപ്പെടുത്തിയ ശേഷം ഞാൻ തളർന്നുപോയി, അതിനുശേഷം അടുത്തൊരു കൊലയ്ക്ക് പറ്റിയ മാനസികാവസ്ഥ എനിക്കില്ലായിരുന്നു എന്നതാണ് മാനസികാരോഗ്യ വിദഗ്ധരോട് അഫാൻ മൊഴി നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ പോലീസിനോടും അഫാൻ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ തൻ്റെ അമ്മാവൻ നേരത്തെ തന്നെ മാധ്യമങ്ങളിലൊക്കെ ഈ കൊലയ്ക്ക് ശേഷം, മരണത്തിന് ശേഷം പ്രതികരിച്ച അഫാൻ്റെ അമ്മാവൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തെയും കൊലപ്പെടുത്തണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നു, അതിനുള്ള ശ്രമം താൻ നടത്തിയിരുന്നു. അത്തരത്തിലൊരു പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷേ മനസ്സിൽ അദ്ദേഹത്തിന് ചെറിയ കുട്ടികളായതുകൊണ്ട് താൻ അദ്ദേഹത്തെ ഈ ലിസ്റ്റിൽ നിന്ന്, ഈ കൊലപ്പെടുത്തിയ പരമ്പരയിൽ നിന്ന്, ലിസ്റ്റിൽ നിന്ന് താൻ ഒഴിവാക്കി എന്നതാണ് അഫാൻ മാനസികാരോഗ്യ വിദഗ്ധരോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോഴും പോലീസിന് പലതരത്തിലുള്ള കൺഫ്യൂഷൻ, ആശയക്കുഴപ്പം ഉള്ളത്, ഒരു പ്രത്യേക മാനസികാവസ്ഥയിലെത്തിയ പ്രതി ആ നിലയിൽ ഓരോരുത്തരെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടോ, അതായത് തനിക്ക് വൈരാഗ്യം തോന്നുന്ന ഏവരെയും ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുക എന്നൊരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് പ്രതി പോയതാണോ എന്നൊരു സംശയമുണ്ട്. അതാണ് മാനസികാരോഗ്യ വിദഗ്ധരുമായി പോലീസ് ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തുന്നത്. അവരുമായിട്ടുള്ള വിവിധ തരത്തിലുള്ള കൗൺസിലിംഗ് പ്രതിയുമായി നടത്തിയിരുന്നു. അവരോടും ഈ സമാനമായ കാര്യങ്ങൾ അഫാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് സാമ്പത്തിക പ്രശ്നങ്ങളാണ്. സാമ്പത്തിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് അഫാൻ്റെ പിതാവായിട്ടുള്ള അബ്ദുൾ റഹീം കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങളോട് പറഞ്ഞതാണ്, അത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി തങ്ങൾക്ക് ഇല്ലായിരുന്നു, തങ്ങൾക്ക് തന്നെ അത് അതിജീവിക്കാൻ കഴിയുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ ഉണ്ടായിരുന്നുള്ളൂ, അതിൻ്റെ ഉത്തരവാദിത്വം അഫാനിലേക്ക് ഉള്ളതല്ല എന്നും പിതാവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒരു കാരണമായി എടുക്കാൻ കഴിയുമെന്നതും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പമുള്ള ഒരു അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ കുടുംബപരമായി ഉണ്ടായ സാമ്പത്തിക ബാധ്യതയല്ല പ്രശ്നമെന്നാണ് പിതാവിന്റെ മൊഴികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അഫാൻ അത് സ്വന്തം നിലയ്ക്ക് വരുത്തിവെച്ച പ്രശ്നങ്ങളുടെ പുറത്തുണ്ടായ സംഭവ പരമ്പരകളാണോ ഈ കൊലപാതകം? അത് പരിശോധിക്കുന്നുണ്ട്. കാരണം മറ്റെന്തെങ്കിലും ഓൺലൈൻ ഗെയിമോ മറ്റ് ഈ ലഹരിയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായി വലിയ ബാധ്യത അഫാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പോലീസ് ഇത്തരം കാര്യങ്ങളിൽ എവിടെയാണ് എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന കാര്യം പോലീസ് ഇതുവരെ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല. ഇന്ന് നമുക്ക് അറിയുന്നത്, കാരണം മറ്റ് 2 കേസുകൾ, മുത്തശ്ശിയെ കൊന്ന കേസിൽ മാത്രമാണ് കേസ് എടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ബാക്കി 2 കേസുകൾ കൂടി ഈ പറഞ്ഞ 2 സ്ഥലങ്ങളിലാണ് നടന്ന കൊലപാതകം സംബന്ധിച്ചും ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യണം. അത് ചിലപ്പോൾ ഇന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രതിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഇന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി ജയിലിലേക്ക് മാറ്റാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതെപ്പോഴാണ് എന്ന കാര്യം പോലീസായിരിക്കും പിന്നീട് വ്യക്തമാക്കുക. ഒപ്പം തന്നെ മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് കഴിഞ്ഞ ദിവസം പിതാവ് സന്ദർശിച്ച ശേഷം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാതാവിൻ്റെ മൊഴി രേഖപ്പെടുത്തുന്ന കാര്യവും പോലീസ് ഇന്ന് പരിശോധിക്കാൻ സാധ്യതയുണ്ട്. അത് എപ്പോഴാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും
ഇപ്പോഴും വ്യക്തതയില്ല. പക്ഷേ പലതരത്തിലുള്ള ദുരൂഹത ഇപ്പോഴും തുടരുന്നുണ്ട്. അതിലെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ തന്നെ ഞെട്ടിക്കുന്നതാണ്. ഒരു കൊലപാതകം ഈ പറഞ്ഞ സാമ്പത്തിക പ്രശ്നങ്ങളാണ് എങ്കിൽ ജീവനോടെ ഈ പറഞ്ഞ കുടുംബത്തോടെ ജീവനൊടുക്കുക ആണ് എങ്കിൽ ആ കുടുംബാംഗങ്ങളെ മാത്രം കൊലപ്പെടുത്തിയാൽ മതിയായിരുന്നു. മറ്റ് വൈരാഗ്യം ആണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ കുടുംബത്തിലെ സ്വന്തം അനുജനെ തന്നെ കൊലപ്പെടുത്തി എന്ന കാര്യം ഒരു തരത്തിലുള്ള മറ്റ് തരത്തിലുള്ള ഉയരുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് അടിമുടി ആശയക്കുഴപ്പമുണ്ട്. ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്തുക എന്നതാണ് പോലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നിർണായകമാകുന്നത് ഇപ്പോൾ പ്രതിയുടെ മൊഴി. പിതാവ് വർഷങ്ങളായി ഏകദേശം 8 വർഷക്കാലമായി നാട്ടിലില്ലാത്ത ഒരാളാണ്. മറ്റ് പലരുമായും ബന്ധുക്കളുമായി അടുപ്പം സൂക്ഷിക്കുന്ന സ്വഭാവം ഈ വീട്ടുകാർക്ക് ഇല്ലായിരുന്നു. സാമ്പത്തിക പ്രശ്നം കാരണം ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും അടുത്ത സമ്പർക്കം പുലർത്തിയെന്നവരെ കൊലപ്പെടുത്തി, മുത്തശ്ശിയെയും ഒപ്പം തന്നെ ഈ വലിയച്ഛനെയും ഭാര്യയെയും കൊലപ്പെടുത്തി. ബാക്കി വീട്ടിലുള്ള അകത്തുള്ള ബാക്കിയുള്ളവരെയും ആക്രമിച്ചിരുന്നു. കാമുകിയെയും കൊലപ്പെടുത്തി. അനുജനുമില്ല. ഇപ്പോൾ അവശേഷിക്കുന്ന മാതാവ് മാത്രമാണ്. മാതാവിൻ്റെ ശാരീരിക അവസ്ഥ അതിഗുരുതരമായി കഴിഞ്ഞ ദിവസങ്ങളിൽ തുടരുന്നു. ഇപ്പോൾ സ്റ്റേബിൾ ആയ ഒരു അവസ്ഥയിൽ അവരോട് കാര്യങ്ങൾ ചോദിച്ച് അറിയാനുള്ള അവസ്ഥയിലേക്ക് ഇപ്പോൾ മാതാവിന്റെ കാര്യം പറഞ്ഞത് കൊണ്ടാണ്. പക്ഷേ ഈ മാതാവിന്റെ മൊഴി പൂർണ്ണമായും അഫാനെ സംരക്ഷിക്കുന്ന തരത്തിലായിരുന്നല്ലോ. കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്ന നിലയിലായിരുന്നല്ലോ മൊഴി കൊടുത്തിരുന്നത്. ഇപ്പോഴും എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ ഒരു പൂർണ്ണമായ രൂപം അവർക്കുണ്ടാകാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ പറയാനും പറ്റില്ലായിരുന്നു. തീർച്ചയായും മനു, ഇക്കാര്യത്തിൽ മാതാവ് പലതരത്തിൽ, കാരണം മകനെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യം മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളതാണ്. അതുകൊണ്ട് അവർ ആദ്യമേ കട്ടിലിൽ നിന്ന് താഴെ വീണതാണ് എന്ന തരത്തിലുള്ള മൊഴി തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ അതിനുശേഷം നടന്ന സംഭവങ്ങളെക്കുറിച്ച്, ഈ അമ്മയെ ആക്രമിച്ച ശേഷം നടന്ന സംഭവങ്ങളെക്കുറിച്ച് മാതാവിന് ഇതുവരെ വ്യക്തത കിട്ടിയിട്ടില്ല. ഇപ്പോഴും അനുജനെയും മറ്റുള്ളവരെയൊക്കെ അമ്മ ചോദിക്കുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ട് അവരോട് ആ മാനസികാവസ്ഥയിൽ എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ ചോദിച്ചെടുക്കുക എന്നത് ഏറ്റവും പ്രയാസകരമായ കാര്യമാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, ആ കുടുംബത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങളും ഈ ആക്രമണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും അഫാൻ്റെ സ്വഭാവത്തിലെ സവിശേഷതകളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാനും ശരിയായ അന്വേഷണ പാതയിലേക്ക് പോലീസിന് എത്താനും കഴിയുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. മനു.